നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചെമ്പകത്തെയാണ്. ഹിന്ദുക്കളുടെ പുണ്യതരുവാണ് ചെമ്പകം. ഇത് ശക്തമായൊരു വിഷഹര ഔഷധം കൂടിയാണ്. ആയുർവേദത്തിൽ ഇതിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചേർത്താണ് ഔഷധങ്ങൾ നിർമ്മിക്കാറുള്ളത്. മാഗ്നോളിയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൈക്കീലിയ ചെമ്പക എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ചെമ്പക, ചാമ്പേയ, സുകുമാര, അതിഗന്ധ, ശീതളച്ചത എന്നൊക്കെയാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹിമാലയത്തിലെ ഉയരമുള്ള പ്രദേശങ്ങളിലും അതേപോലെ ആസാം, ദക്ഷിണേന്ത്യ എന്നീ സ്ഥലങ്ങളിലും ചെമ്പകം വളർന്നു വരാറുണ്ട്. കേരളത്തിൽ ഇത് ക്ഷേത്ര പരിസരങ്ങളിലും തോട്ടങ്ങളിലുമെല്ലാം നട്ടുപിടിപ്പിക്കാറുമുണ്ട്. 6 മീറ്ററോളം ഉയരത്തിൽ വരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണിത്. ഇതിൻ്റെ ഇലകൾ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു. അനുപർണങ്ങളും ഇതിനുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് ഏകദേശം ഒരു 20 സെൻറ്റിമീറ്ററോളം നീളവും 5 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ വീതിയുമാണുള്ളത്. ഇലയുടെ ഉപരിതലം വളരെ മിനുസമാർന്നതും താഴ്വശം രോമാവൃതവുമാണ്. വളരെ സുഗന്ധപൂരിതമായ ഇതിൻ്റെ പൂക്കൾക്ക് ആനക്കൊമ്പിൻ്റെ നിറമാണുള്ളത്. അത് ഇലകൾക്ക് ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 15 അതിലധികമോ ദളങ്ങളാണ് ഇതിനുണ്ടാവുക. അത് ഒരു 3-4 വലയങ്ങളിലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ സുഗന്ധപൂരിതമായതുകൊണ്ട് തന്നെ അത്ര ഉണ്ടാക്കുവാനൊക്കെ ഈ ചെമ്പകത്തിൻ്റെ പൂവ് ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ വിത്തിനെ ചുവപ്പ് നിറവും അത് ക്രമേണ തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു. പൂവിലും തൊലിയിലും ഒരു ബാഷ്പശീല തൈലവും അടങ്ങിയിരിക്കുന്നു. വാതപിത്ത രോഗങ്ങളെ ഹനിക്കുവാനും അതുപോലെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുവാനും മൂത്രത്തെ ഒഴിച്ചുവിടുവാനും പനിയെ കുറയ്ക്കുവാനുമൊക്കെ ചെമ്പകത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പൂവിനെ 2 നിറത്തിലായിട്ടാണ് കാണപ്പെടാറുള്ളത്, വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലും. പൂവിന് ശീതവീര്യമുള്ളത് കൊണ്ട് തന്നെ അത് ചുട്ടുനീറ്റൽ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുകയും ത്വക്ക് രോഗങ്ങൾക്കും ഇത് ഫലപ്രദമാണ്. വേര്, മൊട്ട്, പൂവ് എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചമ്പകം അല്ലെങ്കിൽ ചെമ്പകം എന്ന് പറയും. ഈ ചെമ്പകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അതെന്താ വെച്ചാൽ ഈ ചെമ്പകത്തിൻ്റെ കോലാണ് ഈ ചെണ്ടക്കോൽ ഉണ്ടാക്കുക. ഈ ചെണ്ടക്കോലിന് ഏറ്റവും എടുക്കുന്ന ഒരു ചെടിയാണ് ഈ ചെമ്പകം എന്ന് പറയുന്നത്. പക്ഷെ അത് നല്ല തണൽ തരുന്നൊരു ചെടിയാണ്. അതായത് നമ്മൾ പാട്ടിൽ കേട്ടില്ലേ, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ. ആ പാട്ട് നല്ല പാട്ട്, ആ ഒരു കവിയുടെ ഹൃദയത്തിനെ ആകർഷിക്കുന്ന അത്രയും നല്ലൊരു ചെടിയാണെന്നർത്ഥം. ഇത് ശീതവീര്യമാണ്. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട 2 ഉപയോഗം ഈ ആർത്തവ തടസ്സത്തിനില്ല ഉണ്ടാക്കും. ഇതിൻ്റെ കഷായം വെച്ച് കൊടുത്താൽ ഈ രക്തം പോവാതിരിക്കുമ്പോൾ അതാണ്ട് കൊടുത്താൽ നല്ല രീതിയിൽ പോകും. പിന്നെ ഈ മൂത്ര തടസ്സത്തിലും അതെ, ഇതിൻ്റെ ഈ കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂത്രം പെട്ടെന്ന് തടസ്സമില്ലാണ്ട് പോകും. പിന്നെ ഒരു വിഷശമനം എന്നൊരു ഗുണമുണ്ട്. അതായത് ജന്തുക്കളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നിന്നുള്ള നീരെടുത്തിട്ട് പരട്ടിക്കഴിഞ്ഞാൽ അത് ആ അസുഖം പെട്ടെന്ന് അതിൻ്റെ ആ നീറ്റിലൊക്കെ മാറും. പിന്നെ ഇതിൻ്റെ ഈ പൂവിന് കുറച്ച് കുത്തുന്ന മണമാണ്. പക്ഷേ ഇത് ചില കണ്ടീഷനിൽ കവചമായ രോഗങ്ങളിൽ അരോമ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ചെമ്പകം.